എന്താ മറ്റേ ഗോദ്രേജ് ഇല്ലേ? ഇല്ല. ഹലോ ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ? പൊങ്ങച്ചത്തിനൊന്നൊരു കുറവില്ലല്ലോ. ദുബായിലും എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തെലുഗു സംസാരിക്കുന്നവർ അവിടെയൊക്കെ എന്നെ കാണുമ്പം ജയ്പോലോ തെലങ്കാന, അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഈ നന്മ നിറഞ്ഞ സിനിമയിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വിഷമം ഇല്ലാഴികയില്ല. എന്നാലും ഇപ്പോൾ ഒത്തിരി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, അന്യ ഭാഷാ ചിത്രങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ നാട്ടിലെ പൈസ മൊത്തം വാരി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഈ മൂവി, ഈ ജോബ്, ആർജി ജോബ്, ഇതെല്ലാം കൂടെ എങ്ങനെ മിക്സപ്പ്? ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് നോട്ട് ദറ്റ് ഹാർഡ്. എനിക്ക് സമയമുണ്ട്, അവിടെ ജോലി ചെയ്യാനുള്ള സമയമുണ്ട്. സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ സിനിമ ചെയ്തോ, നോ പ്രോബ്ലം. ഇപ്പോൾ പ്രൊമോഷന് വന്നിട്ടുള്ളതും അവർ സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ്. അവർക്ക് വേണമെങ്കിൽ പറയാം നോ, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ലീവ് തരത്തില്ല എന്നൊക്കെ. പക്ഷേ ദേ ആർ വെരി അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ളൊരു ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. ഇപ്പം തമിഴ്, തെലുഗു ചെയ്യുന്നു, മലയാളം ചെയ്യുന്നു, മാറി തെലുഗു ഫാൻസ് ഇപ്പോഴും എങ്ങനെയാണ്? ഒരു തെലുഗു ഫാൻസ് എന്ന് പറയുമ്പം, ഞാൻ ഒരു സിനിമ, എൻ്റെ ആദ്യം തെലുഗുവിൽ ചെയ്തിട്ടുള്ള സിനിമ ജയ്പോലോ തെലങ്കാന എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിലൂടെയാണ് എന്നെ ഇപ്പോഴും അവിടുത്തെ പ്രേക്ഷകരെ അറിയുന്നത്. അവിടെയും ഇപ്പോൾ ദുബായിലും എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തെലുഗു സംസാരിക്കുന്നവർ അവിടെയൊക്കെ എന്നെ കാണുമ്പം ജയ്പോലോ തെലങ്കാന, അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തെലങ്കാനയിലുള്ളവർ അവർക്ക് ഭയങ്കര ഒരു വലിയൊരു ഹരമായിരുന്നു ആ സിനിമ. അതുകൊണ്ട് അവിടുത്തെ പ്രേക്ഷകർ ഇപ്പോഴും ഇടയ്ക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. സോ അങ്ങനത്തെ ഇഷ്ടം എനിക്കിപ്പോഴും കിട്ടാറുണ്ട് എന്നറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ്. ബിക്കോസ് ഐ ഡോണ്ട് ഡു, ഇപ്പോൾ അങ്ങനെ തെലുഗു മൂവീസൊന്നും ഞാൻ അധികം ചെയ്യാത്തത് കൊണ്ട് ദാറ്റ്സ് ഹൗ ഐ നോ. ഇപ്പോൾ ഗോൾഡ് കോയിൻസ് എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട്? പ്രമോദേട്ടൻ എന്നെ വിളിച്ചു കഴിഞ്ഞ 2016 ഞാൻ ഇവിടെ ജാനുവരി ആ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് എന്നെ വിളിച്ചു. ഇങ്ങനൊരു സിനിമയുണ്ട്, കൊച്ചുകുട്ടികളുടെ സിനിമയാണ്. മീരയ്ക്കൊരു ടീച്ചറിൻ്റെ, ആദ്യം കഥ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആ ടീച്ചറിൻ്റെ ക്യാരക്ടറാണ് മീരയ്ക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഐ ഡിഡ്ന്റ് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. എനിക്ക് അവിടുത്തെ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം എനിക്ക് അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നിയില്ല. ഞാൻ അവർക്ക് പ്രതീക്ഷ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഏതായാലും പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ദേ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വെച്ചു മേ ബി ദേ റിയലി വോണ്ട് മീ ടു ഡു ഇറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് പിന്നെ ചെയ്തത്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിചാരിച്ചിരുന്നു ഇത്രയും നല്ലൊരു സബ്ജക്റ്റാണ്? ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ബിക്കോസ് പ്രമോദേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു രീതി കണ്ടിട്ട് ഹി വാസ് വെരി ഷുവർ എനിക്കിതാണ് വേണ്ടത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ ദർ ഇസ് ഹിസ് ഓൺ വേ ഓഫ് ടെല്ലിങ് ദ കിഡ്സ്. അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയായിരിക്കും എന്നുള്ളത്. പക്ഷേ ബ്രില്യൻ്റ്ലി മെയ്ഡ് മൂവി. ഇതൊരു കുഞ്ഞു സിനിമയാണ്. അതെ. ഇപ്പോൾ കുഞ്ഞു സിനിമകളിൽ തിയേറ്ററിലെ ആൾക്കാർ ആദ്യം വന്ന് കയറുക എന്നുള്ളൊരു പ്രയാസകരമായ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ പ്രേക്ഷകരോട് എന്താണ് പറയാം? പ്രേക്ഷകരോട് പറയാനുള്ളത്, വലിയ സിനിമകൾ ഇപ്പം ഞാൻ കുറച്ച് അധികം പറഞ്ഞു, പക്ഷെ മനസ്സിലുള്ളത് തുറന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വലിയ സിനിമകൾ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു തുറന്ന് കാണിക്കാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടല്ലോ. അതായത് ഐ എം വാച്ചിങ് സോ ആൻഡ് സോ മൂവി എന്നൊക്കെയുള്ള ഒരു സംഭവം ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ചെറിയ സിനിമകൾ കാണുമ്പോഴും നല്ല സിനിമകളാണെങ്കിൽ ആ സിനിമകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആ സിനിമകളെ പറ്റി നല്ലത് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമയെ പറ്റിയിട്ട് നല്ലത് ബാക്കിയുള്ളവരുടെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ് ആക്ച്വലി ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ ദാറ്റ് മൂവി. ആ മൂവി ഒരു വലിയ വിജയമാവാനായിട്ട് അത് ചിലപ്പോൾ കാരണമായേക്കാം. സ്ഥലം അറിയോ? എങ്ങനെ പോകും ഇവിടുന്ന്? ഇത് കുട്ടികളുടെ ചിത്രമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും അച്ഛനമ്മമാരും എല്ലാവരും
കാണേണ്ട ഒരു പടമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ന്യൂ ജനറേഷനിലെ എല്ലാ ആൾക്കാരും കാണേണ്ട പടമാണ്. എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൈഡ് ഗോപൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. അത് ഒരു സായിപ്പ്മാരുടെ ഗൈഡായിട്ട് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസാണ് ഈ പടം നടക്കുന്നത്. കുട്ടികളുടെ വീട് ആ ഒരു പരിസരത്താണ്. അവിടുത്തെ ഒരു ഗൈഡാണ്. എന്നാൽ ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ല, ഉള്ള ഇംഗ്ലീഷ് കൊണ്ടൊക്കെ തട്ടിവിടാണ്. ഇതിലെ നായക കഥാപാത്രം ചെയ്യുന്ന 2 കുട്ടികളുണ്ട്. ഇവർ വളരെ പാവപ്പെട്ടൊരു വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ആ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടറാണ്. ഇപ്പോൾ ഒത്തിരി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, അന്യ ഭാഷാ ചിത്രങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ നാട്ടിലെ പൈസ മൊത്തം വാരി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ നമ്മളുടെ മലയാള സിനിമയിൽ ഇറങ്ങുമ്പോൾ അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകരാണ് മലയാളികൾ. അതിനുദാഹരണം ഈ അങ്കമാലി ഡയറീസ് പോലുള്ള പടങ്ങൾ ഒരു ആർട്ടിസ്റ്റ് പോലും ഇല്ലാതെ എല്ലാം പുതിയ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്തൊരു പടമാണ്. പക്ഷേ അത് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച്. അതുപോലെ ഇപ്പം ഞങ്ങളുടെ ഈ ഗോൾഡ് കോയിനും അതുപോലെ തന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റുകളോ അങ്ങനെ വേണമെന്നൊന്നുമില്ല. തിരക്കഥ നന്നാവണം, കഥ നന്നാവണം. പക്ഷെ നമ്മളുടെ ഈ ഗോൾഡ് കോയിൻ എന്ന പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ഡയറക്ടർ പ്രമോദ് തന്നെയാണ് പടം എഴുതിയിരിക്കുന്നത്, അതിൻ്റെ റൈറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കിങ്ങിൽ വളരെ ഗംഭീരമായിട്ടാണ് പ്രമോദ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെയൊക്കെ പോയി നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നേക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ഗുഡ്. നല്ല രസമായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ. ഫസ്റ്റ് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് നല്ല രസമായിരുന്നു. അവാർഡ് വാങ്ങിച്ചു, തിരിച്ചു വന്നു, സന്തോഷം. ലാലേട്ടൻ കണ്ടായിരുന്നോ? ലാലേട്ടനെ കണ്ടു. ലാലേട്ടനെ ഞങ്ങൾ ഫസ്റ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു കണ്ടേ. എന്നിട്ട് പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി. ഈ ഗോൾഡ് കോയിൻ എന്നുള്ള സിനിമയിൽ എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത്? ഞാൻ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്, ഒരു തെരുവ് കുട്ടിയായിട്ട്. ഈ മൂവിയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ 2 കുട്ടികൾ അവരുടെ പേരൻസിനോട് മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് ഈ മൂവി കൺക്ലൂഷൻ. സെക്കൻഡ് ഹാഫിലാണ് ഞാൻ വരുന്നത്. ഇതിൽ ഒരു ചേട്ടൻ അനിയനാണ്. ഈ ചേട്ടൻ ഞങ്ങൾ തെരുവുകുട്ടികളുടെ അടുത്തേക്ക് വരും സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ കണ്ടിന്യൂഷൻ. അപ്പോൾ എല്ലാവരും പോയി മൂവി കാണണമെന്നാണ് പറയാറുള്ളത്. നല്ലൊരു മോറൽ സ്റ്റോറി ഉള്ളൊരു മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കണ്ട ഒരു മൂവിയാണ്. ശരിക്കും ഞങ്ങളുടെ ഈ മൂവിയുടെ വേറൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾഡ് കോയിൻ കുടുംബത്തിൻ്റെ വേറെ ലക്ഷ്യം എന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ ഒരു 59,000 അനാഥ കുട്ടികളുണ്ട്. അപ്പോൾ അവരെയും കൂടി ഈ മൂവി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഗിഫ്റ്റ് കോയിൻ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരൻസ് ഓരോ പേരൻസ് അവരുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു പങ്കെങ്കിലും ഈ അനാഥ കുട്ടികൾക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മുടെ ഈ ഗിഫ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും. അങ്ങനെ അവർക്കൊരു ടിക്കറ്റ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. എല്ലാവരും പോയി മൂവിയും കാണണം. ഞാൻ ഇതിനകത്ത് ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഈ നന്മ നിറഞ്ഞ സിനിമയിലൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തതിൽ എനിക്ക് വിഷമം ഇല്ലാഴികയില്ല. എന്നാലും കാര്യം നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേരുമ്പോഴല്ലേ നമുക്ക് ഒരു പ്രതിഭാസം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്കൊരു വഴിത്തിരിവാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഈ ക്യാരക്ടർ ചാർലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാലൊരു ഭീകരമായ ബാഹുബലി പോലത്തെ ഒരു വില്ലനായിട്ടല്ല, നമ്മൾ ചെറിയ ഒരു സൈലൻറ്റ് വില്ലൻ, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ. ഗോൾഡ് കോയിൻസ് നിങ്ങൾക്കെന്നും അതൊരു ഗോൾഡ് കോയിനെ പോലെ ഒരു അസറ്റ് തന്നെ ആയിരിക്കും, മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ. കുട്ടികളെ കൊണ്ട് സിനിമ കാണാനും ഈ പോകാൻ പാടുള്ളൂ. ഈ സിനിമ നല്ല ഒരു മാതൃകയായിട്ടുള്ളൊരു സിനിമയാണ്. നിന്നോട് ആരെങ്കിലും പറഞ്ഞ അവന്മാരോട് പോയി ബെറ്റ് വെക്കാൻ? സൈക്കിൾ വാങ്ങാനുള്ള കാശ് തരത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പേടിക്കണ്ട, ഞങ്ങൾ ഈ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഡയലോഗ് ചെയ്തതാണ്. അപ്പം ഞങ്ങളുടെ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ മൂവി റിലീസായി. നല്ല റിവ്യൂസാണ്, എല്ലാം നല്ല റിവ്യൂസാണ് വരുന്നത്. പിന്നെ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണാം. CD വരാൻ വെയിറ്റ് ചെയ്യരുത്. ഇത് നല്ല ഒരു സ്റ്റോറി, ഒരു നല്ല മോറൽ വാല്യൂ ഉള്ള ഒരു മൂവിയാണ്. നന്മ, ഒരു കുട്ടികളുടെ നന്മ എന്താണ്, ഒരു ഹോണസ്റ്റി എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള ഒരു മൂവിയാണ്. കുട്ടികളുടെ മൂവിയാണ്. കുട്ടികളല്ല, വലിയ ആൾക്കാരും ഉണ്ട്. സണ്ണി അങ്കിൾ, മീരാൻറ്റി, പാഷാണി ഷാജങ്കൾ, പിന്നെ വേറെ കുറേ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നാഷണൽ അവാർഡ് വിന്നറായ ആദിഷ് പ്രവീൺ, രാഹുൽ, ആകാശ്,
ആകാശ്, അബിൻ, പിന്നെ നേഹ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ അച്ചു, ഇവൻ കിച്ചു. ഇതെൻ്റെ ചേട്ടനായിട്ടാണ് അഭിനയിക്കണേ. അപ്പോൾ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കണ്ടു. നല്ല മോറൽ വാല്യൂ ഉള്ള ഒരു ഫിലിമാണ്. ആരും CD വരാൻ വെയിറ്റ് ചെയ്യരുത്. സണ്ണി അങ്കിളിൻ്റെ കൂടെ മീരാൻ്റീൻ്റെ കൂടെയൊക്കെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തു. എനിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ടെൻഷൻ അതന്നെ. നമ്മൾ ഒരു വശത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു ദിവസം എടപ്പള്ളി ജംഗ്ഷനാണ് തോന്നുന്നു, അവിടെ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യുന്നൊരു സീനായിരുന്നു. അവിടെ ഒരു മെട്രോൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ ഷൂട്ടിങ് നടക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു അങ്കിൾ നമ്മുടെ അടുത്ത് ഓടി വന്നിട്ട്, എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, എന്താ മോനെ എന്താ ആയത്? ഞാൻ ഇത്തിരി ടെൻഷനിലായിരുന്നു. അപ്പം ഞാൻ എനിക്കൊന്നും ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ നേരെ മെല്ലെ ഇങ്ങനെ, ഏട്ടോ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ കേട്ടില്ല. അപ്പം ഏട്ടൻ വെറുതെ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ക്യാമറ കണ്ട്. അപ്പോൾ ഏട്ടൻ വെറുതെ അങ്ങോട്ട് നടന്നുപോയി. അപ്പം ഞാൻ ആ സമയത്ത് ഈ ഇത്ര തിരക്കിലെ ജംഗ്ഷനിൽ നല്ല നന്മയുള്ള ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആൻഡ് താങ്ക് യു. എനിക്കൊരു സീനുണ്ടായിരുന്നു, 2 സീനുണ്ടായിരുന്നു. ഭയങ്കര ടഫായിരുന്നു. എൻ്റെ മേത്ത് ക്യാമറ വെച്ചുള്ളൊരു സീനും, ഒരു സീൻ ഞാൻ ഗ്ലിസറിൻ ഇല്ലാതെ കരഞ്ഞൊരു സീനും. അപ്പം അന്ന് എനിക്ക് മനസ്സിലായത് പ്രമോദങ്ങളും വിജീഷങ്ങളുമാണ് എനിക്ക് ഇത്ര ടാലൻറ്റ് തന്നത് മൂവിയിൽ അഭിനയിക്കാൻ. ഇവൻ കുറേ ആഡ്സിലും അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, കൊച്ചു കള്ളൻ ഇങ്ങനെ നന്നായി അഭിനയിക്കുന്നുണ്ട്. മറ്റേ ഗോദ്രേജ് ഇല്ലേ? ഇല്ല. എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നേ? പൊങ്ങച്ചത്തിനൊന്നൊരു കുറവില്ലല്ലോ. ഗോൾഡ് കോയിൻസ് എന്ന സിനിമയിലെ സ്റ്റാർസാണ് ഇവിടെ ഇരിക്കണവര്. ഏറ്റവും കൂടുതൽ നല്ല നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നന്നായിട്ട് തന്നെ അഭിനയിച്ച് പ്രകടിപ്പിച്ചിട്ടുള്ള 2 സ്മാർട്ട് കിഡ്സ് ആണ് ഇവിടെ ഇരിക്കണേ. ഇനി ഈ സിനിമ കണ്ടിട്ട് എത്ര വലിയ സിനിമകളിലേക്ക് വിളിക്കാൻ പോവാന്നറിയോ? അറിയില്ല. ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് കൊടുക്കാം അല്ലേ? ഞങ്ങൾ മീരാനീന് അത്ര എത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഏതായാലും ഗോൾഡ് കോയിൻസ് എന്നുള്ള സിനിമയിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് സ്മൃതി ടീച്ചർ എന്നാണ്. ഓക്കെ, മാത്സ് ടീച്ചർ ആയിരുന്നു. ഏതായാലും മാത്സ് ടീച്ചർ എന്നൊക്കെ ഉള്ളത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ എന്താ പറയുക, നല്ല സംഭവങ്ങൾ, തെറ്റുകളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ചെയ്യും. പക്ഷേ തെറ്റുകളിലൊന്നും അല്ല കാര്യം എന്നുള്ളത് കാണിച്ച് കൊടുക്കുന്ന ഒരു സിനിമയും കൂടെയാണ് ഗോൾഡ് കോയിൻസ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അമർ. ഞാൻ ബേസിക്കലി ഒരു ഗൈനക്കോളജിസ്റ്റാണ് കണ്ണൂരിൽ നിന്ന്. ഗൈനക്കോളജിസ്റ്റ് എങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ തന്നെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഗോൾഡ് കോയിൻസ് ഇപ്പം തിയേറ്ററിലെത്തി. ഇതിൽ ഞാൻ ദിനേശൻ എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത അച്ചു കിച്ചു എന്നുള്ള 2 കുട്ടികളുടെ അച്ഛനായിട്ടാണ് ചെയ്തത്. എൻ്റെ വൈഫായിട്ട് ടെസ. ഇന്ത്യ ഗേറ്റ്സ് വ്യൂവേഴ്സ്, ഞങ്ങൾ ഗോൾഡ് കോയിൻസ് എന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അബിൻ. ഞാൻ അതിനകത്തൊരു തുരുമ്പ് എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിം ഇപ്പോൾ റിലീസായി. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും ഇത് പോയി കാണണം. ഹായ്, എൻ്റെ പേര് നേഹ. ഞാനിതിൽ നന്ദന എന്ന ക്യാരക്ടറാണ് ചെയ്തത്, അച്ചു കിച്ചുവിൻ്റെ ഫ്രണ്ടായിട്ട്. പിന്നെ ഇതൊരു നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. CD-ക്ക് ഒന്നിനും വെയിറ്റ് ചെയ്യരുത്. ഇതൊരു കുട്ടികളുടെ സിനിമ. ഞാൻ ഒരുപാട് നന്മ പറയുന്നു അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. ഇത്തിരി മൊറാലിറ്റി ഉണ്ട്. പുതിയ കുട്ടികളാണ് എനിക്കൊന്ന് കുറച്ചും കൂടെ എളുപ്പം ചിന്തിക്കുകയും ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നത്. അപ്പം അത്തരം കുട്ടികളുടെ കഥയാണ് ഗോൾഡ് കോയിൻസ്.